നെയ്മർ ജൂനിയർ എന്നറിയപ്പെടുന്ന നെയ്മർ ദ സിൽവ സാന്റോസ് ജൂനിയർ ആധുനിക ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒരാളാണ്. ബ്രസീലിയൻ ഫുട്ബോളിന്റെ ജോഗോ ബോണിറ്റോ മനോഹരമായ കളി ശൈലിയുടെ വക്താവായി അറിയപ്പെടുന്ന അദ്ദേഹം തന്റെ വേഗത, ഡ്രിബ്ലിംഗ്, ഗോൾ സ്കോറിംഗ് മികവ് എന്നിവയിലൂടെ ലോകമെമ്പാടുമുള്ള ആരാധകരെ കീഴടക്കി. 2009-ൽ ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസിലൂടെയാണ് നെയ്മർ തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. അവിടെ വെച്ചാണ് അദ്ദേഹം ലോകശ്രദ്ധ ആകർഷിച്ചത്. 2013-ൽ സ്പാനിഷ് ക്ലബ്ബായ FC ബാഴ്സലോണയിൽ ചേർന്നു. ലയണൽ മെസ്സിക്കും ലൂയിസ് സുവാരസിനുമൊപ്പം ചേർന്ന് അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. 2017-ൽ റെക്കോർഡ് തുകയ്ക്ക് €222 ദശലക്ഷം ഫ്രഞ്ച് ക്ലബ്ബായ പാരിസ് സെന്റ് ജെർമെയിനിലേക്ക് PSG കൂടുമാറി. ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഫുട്ബോൾ താരമായി അദ്ദേഹം മാറി. തുടർന്ന് സൗദി ക്ലബ്ബായ അൽ ഹിലാലിൽ കളിച്ച നെയ്മർ 2025-ൽ തന്റെ പഴയ തട്ടകമായ സാന്റോസിലേക്ക് തന്നെ തിരിച്ചെത്തി. ബ്രസീൽ ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡ് നെയ്മറിന്റെ പേരിലാണ്. 79 ഗോളുകൾ. ഇതിഹാസതാരം പെലെയുടെ റെക്കോർഡാണ് നെയ്മർ മറികടന്നത്. 2016-ലെ റിയോ ഒളിമ്പിക്സിൽ ബ്രസീലിന് സ്വർണ്ണ മെഡൽ നേടിക്കൊടുക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. 2013-ലെ ഫിഫ കോൺഫെഡറേഷൻ കപ്പിലും അദ്ദേഹം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. കരിയറിന്റെ വിവിധ ഘട്ടങ്ങളിൽ തുടർച്ചയായുണ്ടാകുന്ന പരിക്കുകൾ നെയ്മറിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. നിലവിൽ 2026 ലോകകപ്പിനുള്ള തയ്യാറെടുപ്പിനിടെയുണ്ടായ പരിക്കിനെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലാണ്. പരിക്കു കാരണം പലപ്പോഴും കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുന്നതിനെ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവ അടുത്തിടെ തമാശരൂപേണ വർക്ക് ഫ്രം ഹോം പ്ലെയർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഒരു ഫുട്ബോൾ ഇതിഹാസം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും വിംഗറായും ഫോർവേഡായും തിളങ്ങാൻ കഴിയുന്ന നെയ്മർ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്ലേമേക്കർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ക്ലബ്ബ് തലത്തിലും ദേശീയ തലത്തിലും നിരവധി കിരീടങ്ങൾ നേടിയ നെയ്മർ പരിക്കുകൾ അലട്ടുമ്പോഴും ഫുട്ബോൾ ചരിത്രത്തിൽ തന്റേതായ ഒരിടം ഇതിനകം ഉറപ്പിച്ചു കഴിഞ്ഞു.